അറ്റ്ലാന്റിക് സ്റ്റേഡിയത്തിൽ മത്സരത്തിന്റെ 84 മിനിറ്റ് വരെ ആ ടീം ഒരു ഗോളിന് പിറകിലായി. അതേസമയം ഇംഗ്ലണ്ട് അവരെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ എതിർ ടീമിന് ചില പ്രത്യേകതകളുണ്ടായി. പല മത്സരങ്ങളിലും പിറകിൽ പോയതിനു ശേഷം ശക്തമായി തിരിച്ചു വന്ന ചരിത്രമുണ്ടായിരുന്നു. എന്നാൽ അവശേഷിക്കുന്ന കുറച്ച് മിനിറ്റിൽ അറ്റ്ലാന്റയിൽ നടന്നത് ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ പ്രഹരമായി. മത്സരം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ ത്രില്ലടിപ്പിച്ച പോരാട്ടം. അർജന്റീന തോൽക്കുമെന്ന് വിചാരിച്ച അതേ പോരാട്ടം. അതിശക്തരായ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ പ്രവേശിച്ചിരിക്കും. ഈ ഒരു മത്സരത്തെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. മത്സരം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ ത്രില്ലടിപ്പിച്ച പോരാട്ടമായിരുന്നു. മത്സരത്തിന്റെ 55-ാം മിനിറ്റിൽ അന്തോണി ഗോർഡനിലൂടെയാണ് അവർ ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. ആ ഗോൾ ഇംഗ്ലണ്ട് അടിച്ചതിന് ശേഷം നന്നായിട്ട് പ്രഷർ ചെയ്യുന്ന ഒരു അർജന്റീനയായിരുന്നു നമുക്ക് ആ ഒരു മത്സരത്തിൽ കാണാൻ പറ്റിയത്. ആ ഒരു ഗോളിന് ശേഷം ഇംഗ്ലണ്ട് ഫുള്ളി ഒരു ഡിഫൻസിലോട്ട് പോയി. അതിനുശേഷം അർജന്റീനയുടെ അക്രമമായിരുന്നു അവരുടെ ബോക്സിൽ നടന്നത്. ഈ ഒരു മത്സരത്തിൽ കൂടുതലായിട്ട് ഡൊമിനേറ്റ് ചെയ്ത് കളിച്ചത് അർജന്റീന തന്നെയാണ്. അങ്ങനെ തുടരെയുള്ള ആക്രമണത്തിന് ഒടുവിലാണ് അർജന്റീനയുടെ ആദ്യ ഗോൾ വരുന്നത്. എൻസോ ഫെർണാണ്ടസിന്റെ ഒരു വണ്ടർഫുൾ ഷോ. അത് മനോഹരമായിട്ട് ആ ഒരു പോസ്റ്റിലോട്ട് പോകുന്നു. ഒരു ഗോളായിട്ട് അത് മാറുന്നു. അതോടുകൂടി ഈ ഒരു മത്സരത്തിന്റെ ശൈലി ഫുള്ളായിട്ട് മാറി. ഈ ഒരു മത്സരത്തിലെ ഫുൾ ആധിപത്യവും അർജന്റീന ഏറ്റെടുത്തു. പിന്നെ അർജന്റീനയുടെ ഫുൾ അക്രമമായിരുന്നു അവർ ബോക്സിൽ നടന്നത്. ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ലയണൽ മെസ്സിയുടെ പെർഫോമൻസ് തന്നെയാണ്. പുള്ളിക്കാരൻ ഗോൾ അടിച്ചില്ലെങ്കിലും നന്നായിട്ട് ക്രോസിംഗ് ഒക്കെ ചെയ്യുന്ന നമ്മൾ കൃത്യമായിട്ട് കണ്ടു. അങ്ങനെ ഏകദേശം മത്സരത്തിന്റെ 90-ാം മിനിറ്റിലാണ് മാർട്ടിനസിന്റെ ഗോൾ വരുന്നത്. അതായത് മെസ്സിയുടെ ഒരു ക്രോസിൽ നിന്നാണ് ആ ഗോൾ പിറക്കുന്നത്. അങ്ങനെ ഈ മത്സരത്തോടു കൂടി വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് രണ്ട് പമ്പന്മാരായിട്ടുള്ള ടീം തന്നെയാണ്. അതെ, സ്പെയിൻ വേഴ്സസ് അർജന്റീന മത്സരം. സോ ഈ ഒരു മത്സരത്തിനായി എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണെന്നറിയാം. എന്തായാലും വളരെ മികച്ച പെർഫോമൻസ് ആണ് അർജന്റീന കാഴ്ചവെച്ച്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒപ്പീനിയൊക്കെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും